ഹരേ കൃഷ്ണ. സച്ചിദാനന്ദ വിഗ്രഹമായ ഗുരുവായൂർ കണ്ണൻ്റെ പുണ്യസന്നിധിയിൽ ഇന്ന് ഒരു ധന്യായ ദിവസമാണ്. ഭൂമിയിലെ വൈകുണ്ഠം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂലോക വൈകുണ്ഠത്തിൽ ഇന്ന് ഭഗവാൻ ഉദയാസ്തമന പൂജയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ പുണ്യവേളയിൽ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭഗവാന്റെ ആ രൂപം ഹൃദയത്തിൽ ആവാഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്ന് ഭഗവാൻ ഉച്ചപൂജ വേളയിൽ കളഭത്തിൻ്റെ കുളിർമയായി മാറിയിരിക്കുന്നു. കളഭം എന്ന് പറയുന്നത് വെറുതെ ചന്ദനക്കൂട്ടൊന്നുമല്ല, അത് ഭക്തൻ്റെ ഹൃദയത്തിലെ നിർമ്മലമായ സമർപ്പണമാണ് എന്നാണ്. ശ്രീലകത്തെ നെയ്വിളക്കുകളുടെ പ്രഭയിൽ ഒരു കൊച്ചു കണ്ണൻ നമുക്ക് മുമ്പിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. ഭഗവാൻ എങ്ങനെയാണ് നിൽക്കണമെന്ന് നോക്കി നോക്കൂ. വലത് കയ്യിൽ ഒരു ഉരുള വെണ്ണയുണ്ട്, ഇടത് കയ്യിൽ ലോകമെല്ലാം മോഹിപ്പിക്കുന്ന ആ ഓടക്കുഴലുണ്ട്. വെണ്ണയും ഓടക്കുഴലും പിടിച്ചിട്ടാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. അതാണ് ഇന്നത്തെ അലങ്കാരം. ആ കുഞ്ഞു പാദങ്ങളിൽ സ്വർണ്ണത്തളകൾ ചാർത്തിയുണ്ട്. ഭക്തൻ്റെ ആധികളെ മാറ്റുന്ന ആ തൃപ്പാദങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുകയാണ്. ഭഗവാന്റെ അരക്കെട്ടിൽ പട്ടുകോണം ചുറ്റിയുണ്ട്. അതിനു മുകളിലായിട്ട് സ്വർണ്ണക്കിലുക്കമുള്ള കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. മുറ്റത്തെ മണൽപ്പരപ്പിൽ ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ആ രൂപം ഇങ്ങനെ ഓർത്ത് നോക്കി നോക്കൂ. കളഭം കൊണ്ട് പൊതിഞ്ഞ ആ കുഞ്ഞു വയറും അരക്കെട്ടും എന്തൊരു ഭംഗിയല്ലേ കാണാൻ. കണ്ണൻ്റെ മാറിൽ എന്താ നോക്കി നോക്കൂ. അവിടെ സ്വർണത്തിൻ്റെ തിളക്കമാണ്. കഴുത്തിൽ മനോഹരമായിട്ട് മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ഒരു തിളങ്ങുന്ന പതക്കുണ്ട്, വലിയൊരു പതക്കുണ്ട്. വളയം പോലുള്ള മറ്റ് സ്വർണ്ണമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ കളഭം ചാർത്തിയ മാറിൽ ഗോപിക്കുറിയും തൊട്ടിട്ടുണ്ട്. കൈകളിൽ സ്വർണ്ണവളകളും തോളുകളിൽ തോൾവളകളും ശോഭിക്കുന്നുണ്ട്. പിന്നെ കൈകളിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെണ്ണയിരുളിയും ഓടക്കുഴലുമാണ്. ഓടക്കുഴൽ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുകയാണ് ഉണ്ണി. ഭഗവാൻ എന്താ നമ്മളോട് പറയണെന്നാണ്? അത് നിങ്ങളുടെ ഭക്തിയാകുന്ന വെണ്ണ എനിക്ക് തരൂ, ഞാൻ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ സംഗീത സാന്ദ്രമാക്കാമെന്ന് നമ്മളോട് പറയുകയാണ്. ആ തിരുമുഖത്ത് നോക്കി നോക്കൂ. നെറ്റിയിലും കാതുകളിലും സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതൊക്കെ ഇങ്ങനെ വജ്രം പോലെ തിളങ്ങുകയാണ്. കാരുണ്യം തിളങ്ങുന്ന ആ വലിയ കണ്ണുകളും ചുണ്ടിലെ ആ പുഞ്ചിരിയും കാണുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലാതെയാവാണ്, അലിഞ്ഞില്ലാതെയാവാണ്. തലയിൽ മനോഹരമായിട്ട് 3 പീലികൾ ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകളാൽ അത് അലങ്കരിച്ചിട്ടുമുണ്ട്. വെളുത്ത നന്ദ്യാർവട്ട പൂവും ചുവന്ന തെച്ചിപ്പൂവും ഒക്കെ ചേർത്തിട്ടുള്ള 2 മാലകളാണ് തിരുമുടിയിൽ ശോഭിക്കുന്നത്. കഴുത്തിൽ വനമാല ചാർത്തിയിട്ടുണ്ട്. തെച്ചിപ്പൂക്കൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടും ഇടയിൽ തുളസിപ്പൂക്കൾ വെച്ചിട്ടും കോർത്തെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള മാല, വനമാലയാണ് ചാർത്തിയിട്ടുള്ളത്. അതിനു പുറമേ ആയിട്ട് 5-6 ഉണ്ടമാലകൾ ഭഗവാന്റെ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഒരു നന്ദനവനത്തിൽ ഭഗവാൻ ഇങ്ങനെ നിൽക്കണതാണ് എന്ന് തോന്നിപ്പോവും ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ. അടിമുടി പൊന്നിലും പൂവിലും പൊതിഞ്ഞ് കളഭത്തിൻ്റെ കുളിർമയിൽ പുഞ്ചിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ കണ്ടാലും നമുക്ക് മതി വരില്ല. സച്ചിദാനന്ദ വിഗ്രഹം എന്ന ആചാര്യന്മാർ വിശേഷിപ്പിച്ചത് എത്ര ശരിയാണ് നോക്കി നോക്കൂ. ആ ഉണ്ണി നമുക്ക് നൽകുന്ന സന്തോഷം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനേ കഴിയില്ല. സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ ഈ ചൈതന്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഐശ്വര്യം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഉറക്കെ നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.